പുറത്ത് വർക്കുള്ള ദിവസങ്ങളിലെ വീട്ടിൽ വന്നിട്ട് ഡിന്നർ ഉണ്ടാക്കാൻ പറഞ്ഞാല് എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഡിന്നർ എപ്പോഴും ഈസി ആയിട്ടുള്ള സംഭവമായിരിക്കും അന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉച്ചക്ക് ലഞ്ചിന്റെ പ്രിപ്പറേഷന്റെ ഒപ്പം തന്നെ ഡിന്നറിനുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കന്റെ ഡിന്നറാണ്, ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ബോൺലെസ് ചിക്കൻ ആണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഉച്ചക്ക് തന്നെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അധികം മസാല ഒന്നല്ല, ബേസിക് ആയിട്ടുള്ള നമ്മൾ വീട്ടിലുള്ള മസാലകൾ വെച്ചിട്ട് തന്നെ. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് ഗാർലിക് ഇട്ടിട്ട് അതൊന്നും ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. സൈഡില് ചപ്പാത്തിയാണ് എടുക്കുന്നത്. അപ്പൊ സൈഡ് ബൈ സൈഡ് ചപ്പാത്തിക്കുള്ള മാവ് എല്ലാം കഴിക്കുന്നുണ്ട്. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് വിത്തിൻ 10 മിനിറ്റ്സ് ഇത് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഗ്രേവി ഞാൻ പശുവും പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പാലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കുറച്ചുകൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചിക്കൻ ക്യൂബ്സിൽ ചെറിയൊരു പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലക്കായിട്ട് കുരുമുളകും ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിന് മുകളിൽ ഒരു ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ബെൽ പെപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിടുക. എന്നിട്ട് ഇറ്റാലിയൻ ഹെർബ്സ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സംഭവം കുറച്ചുകൂടി തിക്കായിട്ട് എടുക്കുവാണെങ്കിൽ ചപ്പാത്തി ജസ്റ്റ് ഒന്ന് പറത്തിയിട്ട് അത് റോൾ ആക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റ ഒന്ന് വേവിച്ചെടുത്താല് ഇതിന് മുകളിലിട്ട് മിക്സ് ചെയ്താലും നമുക്ക് നല്ല ക്രീമി സോസി ആയിട്ടുള്ള പാസ്റ്റയും കഴിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാൻ ചപ്പാത്തിയും ഗ്രേവി ആയിട്ടാണ് കഴിക്കുന്നത്. മാത്രല്ല നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ പ്രശ്നമില്ലെങ്കിൽ ഇതും ചോറും കൂടി കഴിക്കാൻ പറ്റും കേട്ടോ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് മാക്സിമം എടുക്കുമല്ലോ. പിന്നെ ചപ്പാത്തി സൈഡിൽ ചുട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പിറ്റേന്ന് രാവിലെ എടുക്കാനുള്ള ദോശ മാവൊക്കെയുള്ള സംഭവം ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ ഓഫീസ് കഴിഞ്ഞ് വന്ന് ഇതുമാതിരി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മേലെ നിങ്ങൾക്ക് അധികം സമയം കിച്ചണിൽ ചെലവാക്കേണ്ടി വരത്തില്ല. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.